കേരളത്തിന്റെ കലയായി മാറിയേക്കുമെന്നാണ് തോന്നുന്നത്. മച്ചു, നീ ഇതാ റെഡി ആയില്ലേ? ഓ, നീ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ വന്നത്. ഞാൻ ഇപ്പൊ ലേറ്റാണ്. എന്റെ ഭാര്യ കിട്ടുന്നു. എന്നിട്ട് എവിടെ? അവള് രാവിലെ വന്നു. ഇപ്പൊ കുളിക്കോ? ഈ നാട്ടിൽ എന്താ വെള്ളത്തിന് ക്ഷാമമാണ്? വല്ലപ്പോഴും ഒന്ന് കുളിച്ചുകൂടി മനുഷ്യന്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കുളിക്കാറുണ്ട്. ലാപ്ടോപ്പ് എവിടെ? എനിക്ക് ഓർമ്മ ചെയ്യണം. പിന്നെ അത് പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തേ പറ്റൂ. പ്ലീസ്. എന്റെ ലാപ്ടോപ്പ് എത്തിയിട്ടില്ല. നിനക്കറിയാമോ, എന്റെ ലഗേജ് മിസ്സിംഗ് ആണ്. എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്തപ്പോഴേ എനിക്കറിയാം. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നു. അത് തുടരുത്. അതെന്താ? ഇത് വർക്ക് ചെയ്യില്ലേ? അത് വർക്ക് ചെയ്യും, പക്ഷെ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതൊക്കെ ഞാൻ നിനക്ക് പിന്നെ വിശദീകരിച്ച് പറഞ്ഞു തരാം. ആണോ? ഓക്കെ, ഞാൻ വന്ന് കളക്ട് ചെയ്യാം. ശരി. എന്റെ ലഗേജ് വന്നിട്ടുണ്ട്, ലാപ്ടോപ്പും അതിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഞാനും അമ്മാവനും കൂടെ പോയി അത് കളക്ട് ചെയ്യാം. പക്ഷേ ഗംഗ പറഞ്ഞു നോക്കേണ്ടല്ലോ, ഒരു കാരണവശാലും ആ ലാപ്ടോപ്പിൽ തുടരരുത്. ഇറ്റ്സ് നോട്ട് സേഫ്. ശരി നബിലേട്ടാ. ലാപ്ടോപ്പിൽ തുടർന്നല്ലേ പറഞ്ഞത്? നീ പിന്നെ എന്തിനാണ് തൊട്ടത്? അതെന്താ അതിൽ തൊടാൻ പാടില്ലേ? അതെന്താ തൊട്ടാല്? പറഞ്ഞാ മനസ്സിലാവേ, തൊടണ്ട. അതെന്താ അതിൽ തൊട്ടാല്? I told you it is not safe. My voice. തൊടണ്ടാന്ന് പറഞ്ഞാൽ തൊടണ്ട. Next is my voice. What are you doing sitting here? വിടമാറ്റാൻ? I don't know. அப்ப நீ என்னை எதுவும் தொடர மாட்டே? அல்கேஷன் நான் எவ்வளவு தைரியம் இருந்தால் இப்போ என் கண் முன்னாடி வந்து நிற்பேன். எனக்கு ஹாலவன் உன்னை கொண்ட உன் ரத்தத்தை குடிச்சு ஓக்காரம் பண்ணி விடுவேன். No, this is back to the other way. ഞാനിപ്പോ എന്താ പറഞ്ഞു? ഞാനിപ്പോ എന്താ ചെയ്തേ? സാരമില്ല, നീ ഒന്നും പറഞ്ഞില്ല. എന്നെ വെറുതെ നബിലേട്ടാ. ആ നായകന്റെ വൈറസ് ഞങ്ങൾ കയറിപ്പോയി. ആ കളം പറഞ്ഞത് നേരെ തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്? എനിക്ക് എന്റെ പഴയ ഗംഗയെ തിരിച്ചു വേണം. നമുക്ക് ഉള്ളാക്രമണം നോക്കിയാലോ? ഇതിന് മന്ത്രവാദവും കുറുത്തലും ഒന്നുമല്ല വേണ്ടത്. പിന്നെ എന്താ പ്ലാൻ? ഇത് കമ്പ്യൂട്ടർ വഴി കയറിയ വൈറസ് ആണ്. അപ്പോൾ വേണ്ടത് ഒരു കമ്പ്യൂട്ടർ ഹാക്കറിനെയാണ്. അതെന്ത്? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഫ്രണ്ട് ബാലൻ യുഎസ് ഹാക്കറാണ്. അവനെ ഇവിടെ എത്രപ്പെടുത്തി കൊണ്ടുവരണം. തലേ പിന്നെ എന്തിനാലോചിക്കണേ? വിളിയവരെ. അംബിക ബാർ കരമന. അപ്പൊ
ഒറ്റ സൈൻ ബോർഡ് കാണാനില്ല. GPS എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുമോ ആവോ? നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലം മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദയവായി സ്റ്റേറ്റും കൺട്രിയും എൻ്റർ ചെയ്യുക. രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്തൊരു സ്ഥലം ഇത്? ആട്ടെ, സ്റ്റേറ്റ് കേരള, കൺട്രി ഇന്ത്യ. സ്ഥലം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ പോയി 5-6 കുഴികൾ കഴിഞ്ഞ് കാണുന്ന നമ്മുടെ രാമൻ നായരുടെ ചായക്കടയിൽ വഴി ചോദിക്കും. രാമൻ നായരുടെ ചായക്കടയിൽ വഴി ചോദിക്കും? ആ, ചായക്കടയെങ്കിൽ ചായക്കട. ചായയും കുടിച്ചിട്ട് പോയി. Hello? Yes. I'm very new to building. Are there requirements okay? കണ്ടിട്ടൊരു ജാട പാർട്ടിയെന്ന് തോന്നി. ഇവനോടൊന്ന് വഴി ചോദിച്ചു നോക്കാം. Excuse me? ഈ അമ്പലമുക്കിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞുതരാമോ? ഇതാര്? ബാലു അല്ലേ? സാജു, എത്ര നാളായി കണ്ടിട്ട്? നീ ഇപ്പൊ എവിടെയായി? ആ, ഞാൻ പുറത്തായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിൽ ഇവിടം വരെ വന്നതാ. നീ എന്താ ഇവിടെ ജാടയിൽ ഇങ്ങനെ? ഞാനിവിടെ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. ക്ലയന്റിനെ മീറ്റ് ചെയ്യും? അപ്പൊ നീ വല്ല ബിസിനസ്സോ മറ്റോ ചെയ്യുവാണോ? അതെ, ഇതൊരു വലിയ ബിസിനസ്സാണ്. ഈ വലിയ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ വല്ല ഇന്റർനാഷണൽ മറ്റോ ഒക്കെ ആണോ? അതെ, ഞങ്ങൾക്ക് യുഎസിൽ എല്ലാ സ്റ്റേറ്റ്സിലും ബിസിനസ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ടോ? പിന്നില്ലേ, പിന്നെ ഇവിടെ ഇന്ത്യയിൽ ബാംഗ്ലൂരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, അങ്ങനെ എല്ലാ മെട്രോ സിറ്റീസിലും ഉണ്ട്. അപ്പൊ നിനക്ക് ഒത്തിരി ട്രാവലൊക്കെ ചെയ്യണമല്ലേ? ട്രാവലൊക്കെ കുറെ ഉണ്ടേ. സോ യു ആർ എ ഫ്രീക്വന്റ് ഫ്ലയർ. അത് ഞങ്ങളുടെ ഈ ട്രാവലൊക്കെ ഒരു 10 കിലോമീറ്റേഴ്സ് ട്രാവലാണ്. 10 kilometers? You mean 6 miles? അതെ, അതിനപ്പുറത്ത് ഞങ്ങളുടെ നെക്സ്റ്റ് ബ്രാഞ്ചിൽ ഡെലിവർ ചെയ്ത് കൊള്ളും. ഡെലിവർ ചെയ്യും? അപ്പൊ എന്താണ് നിന്റെ ബിസിനസ്? ഞാനിവിടെ പിസ്സ ഹട്ടിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നിനക്ക് ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെയാണെന്ന് പറഞ്ഞതോ? എനിക്ക് ഇന്റർനാഷണൽ ബിസിനസ് ആണ് പറഞ്ഞല്ലോ. പിസ്സ ഹട്ടിന്റെ മുതലാളിക്ക് ഇന്റർനാഷണൽ ബിസിനസ്. ഞാനിവിടെ പുള്ളിയെ ലോക്കലായിട്ട് ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്നത് മാത്രം. അപ്പൊ അങ്ങനെയാണല്ലേ? പോട്ടെ പോട്ടെ, അതൊക്കെ പോട്ടെ. എനിക്കിപ്പോ നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യം. നിനക്ക് നമ്മുടെ നഗരനെ ഓർമ്മയില്ലേ? പിന്നല്ലാതെ, അവനൊന്നും ഞാൻ അറിഞ്ഞു. ഞാൻ അവനെ മീറ്റ് ചെയ്ത മതിയായി. അതേതായാലും നന്നായി. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. എന്ത് പറ്റി? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു. എന്നാ പിന്നെ സൈക്കിൾ എടുത്തോ, നമുക്ക് ഇപ്പൊ തന്നെ പോയി കളയാം. അപ്പം നിന്റെ പിസ്സ ഡെലിവറി? പിസ്സ, അവന്റെ അമ്മൂമ്മൻ ഒരു പിസ്സ.